ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടുക്കാച്ചി ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പൊള്ളി ഐറ്റം. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി എന്താണെന്നറിയോ, ഇങ്ങനെ വേണം ബിരിയാണി വെക്കാനെന്ന്. അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് അടുപ്പത്ത് വെള്ളവും പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, അതുപോലെ തന്നെ ഉപ്പിട്ടിട്ട് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. അത് അടച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിലായി കിട്ടും. അപ്പോൾ ഇനി പാൻ ചൂടാകുമ്പോൾ അതിൽ നെയ്യ് ഒഴിക്കുക, ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസൊക്കെ സെറ്റാക്കി വെക്കുക. ഇനി ഇതിലേക്ക് സവോളൊക്കെ ഇട്ട് വറുത്ത് പോരാ കേട്ടോ. അറിയാതെ അണ്ടിപ്പരിപ്പ് അതിലിട്ട് പോയി മറന്നിട്ടിട്ടതാണ്. അപ്പോൾ വേഗം തന്നെ സവോള ആഡ് ചെയ്യാം. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കിസ്മിസ് നന്നായിട്ടൊന്ന് വേർത്ത് വരുമ്പോൾ നമുക്കത് വാങ്ങി വെക്കാം. ഇതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന അരിഞ്ഞതും പിന്നെ ഒരു സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് മാറ്റി വെക്കാം. അത് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പൊരിച്ചെടുക്കാം കേട്ടോ. ഇതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് മുളകും പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് ഒന്ന് ഈ ഒരു പരുവാകുമ്പോൾ മാറ്റി വെക്കാം. ഇനി നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക, ഉപ്പ് ആഡ് ചെയ്യുക, ശേഷം തക്കാളിയും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഞാനത് വീഡിയോ പോസ് അമർത്തിയിട്ട് ഓൺ ചെയ്യാൻ മറന്നുപോയി, അതാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അരി തിളക്കാൻ തുടങ്ങി. അരിയല്ല, വെള്ളം തിളക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ അരി ഇടുന്ന ആ ഒരു തിരക്കിൽ അത് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഇനി ആ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കാം കേട്ടോ. ഈ ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളിയും പേസ്റ്റില്ലേ, അത് ഇടുമ്പോൾ അതൊന്ന് എന്താ പറയുക, അതിൻ്റെ പച്ചമണം മാറുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി പൊടികൾ ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട്. അത് എപ്പോഴെപ്പോഴും ഉപ്പിടാൻ നിൽക്കണ്ട കേട്ടോ. ഇനി നന്നായിട്ട് ഒന്നിങ്ങനെ വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞ് വെച്ചതില്ലേ, അത് ആഡ് ചെയ്യാം കേട്ടോ. ഇനി അതൊന്ന് വെറുതെ മിക്സാക്കിയിട്ട് നമുക്ക് തൈര് ആഡ് ചെയ്യാം കേട്ടോ. ഒരു സ്പൂൺ തൈര്. അത് നിങ്ങൾ എത്രയാണ് എടുക്കണത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് തൈര് ആഡ് ചെയ്യുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനില്ലേ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാലയുടെ പണി ഒരുവിധം തീർന്ന്. ഇനി അരി തിളക്കുന്നുണ്ട്, അത് വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പോൾ അത് അത്യാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. നല്ല 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 റൈസാണ് കേട്ടോ. ഇനി നമുക്ക് അതിങ്ങനെ കുറേശ്ശെ ഊറ്റി മാറ്റി വെക്കാം. വല്ലാണ്ട് വെന്ത് പോകരുത്, എന്നാൽ അത് തീരെ വേവാതിരിക്കാനും പാടില്ല. ആ ഒരു പരുവത്തിൽ നമ്മളത് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ മസാല കറക്റ്റ് ഇതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്യാം കേട്ടോ. ചെമ്മീനിൽ മസാല ഒന്ന് പിടിക്കട്ടെ. ഇനി ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിത് ദമ്മിടെ. അപ്പോൾ ആദ്യം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് റൈസ് ഇടാം. ദമ്മിലാണ് ഇതിൻ്റെ പരിപാടി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ആദ്യം ചോറിടുക, എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വറുത്ത് വെച്ചിട്ടുള്ള അതില്ലേ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള, അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ചൂടുണ്ട്, അപ്പോൾ കൈ പൊള്ളുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങോട്ട് കൊട്ടിക്കോ. ഇനി വേറെ ഒന്നുമില്ല,
അത് ഫുള്ള് എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ചോറിടുക കേട്ടോ. ഇനി കളറിന് വേണ്ടി ഞാൻ ചേർത്തിട്ടുള്ളത് ബീട്രൂട്ടാണ്. ബീട്രൂട്ടും അണ്ടിപ്പരിപ്പും കൂടി അരച്ചിട്ട് അത് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ ദമ്മിട്ടെങ്കിലേ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിൻ്റെ മേലെ ചൂടുവെള്ളമൊന്നും വെച്ചാലൊന്നും അതത്ര സെറ്റായി കിട്ടില്ല. എനിക്കിങ്ങനെ ചെയ്താലാണ് ഇത് തൃപ്താക്കി ഇടണ വരെ വെച്ച്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. സംഭവം പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു മണം അങ്ങോട്ട് വരും കേട്ടോ. നല്ല രസമുണ്ട് അതിൻ്റെ മണം കേൾക്കാനാണ്. മണം കേട്ട് സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ. അപ്പം തന്നെ വിചാരിച്ചു ഇത്ര നല്ല ബിരിയാണി ഇപ്പം അടുത്ത കാലത്തൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന്. സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനൊന്നും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.